ദേശീയതലത്തിൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ശങ്കുട്ടി ദാസ് ചേരുന്നുണ്ട് പ്രതികരണത്തിനായി. ശ്രീ ശങ്കുട്ടി ദാസ്, എന്തായാലും വിജ്ഞാപനം പുറത്തിറങ്ങി. നമുക്കറിയാം വിജ്ഞാപനം പുറത്തിറങ്ങാനിടയായ കാലതാമസം. ഇനിയിപ്പോൾ നിയമം നടപ്പാക്കുകയാണ് അടുത്ത പടിയായി ചെയ്യുന്നത്. ഈ കാലതാമസം വന്ന് നമുക്കറിയാം തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എന്തൊക്കെ രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ അരങ്ങേറി, മുസ്ലിങ്ങൾ രാജ്യം വിട്ടുപോകേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായി. പക്ഷേ വിദ്യാസമ്പന്നരായവർ പോലും ഇത് വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് വിശ്വസിക്കുന്ന ഒരവസ്ഥ വരെ എത്തിയ. മാത്രമല്ല കോവിഡും ഇതിന് വലിയ കാലതാമസം വരുത്തി എന്നുള്ളതാണ്. എന്നാലും വിജ്ഞാപനം ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? സത്യത്തിൽ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നത് 2019 പാകിസ്ഥാനിലും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ ഇന്ത്യയിലേക്ക് അവിടുത്തെ മൃഗീയമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ട് ഇന്ത്യയിലെ ഡൽഹിയിലും അതേപോലെ തന്നെ ബംഗാളിലും ഒക്കെയുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ ചില ദേശീയ മാധ്യമങ്ങൾ പോയി കണ്ടിരുന്നു. അതിൽ സോനാദാസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ബംഗാളിൽ നിന്ന് കുടിയേറിയിട്ടുള്ള ഒരു ബംഗ്ലാദേശി ഹിന്ദുവാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഈ CAA-NRC നിയമത്തെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ദൈവദൂതനെ പോലെ ഒരു അവതാര പുരുഷനെ പോലെ അവതരിച്ചിട്ടുള്ള നരേന്ദ്രമോദി ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു രക്ഷാ കവചമാണ്, ഒരു രക്ഷാ ദൗത്യമാണിത്. ഇത് ഞങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു വലിയ നടപടിയാണ്, ഞങ്ങൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, വലിയ പ്രതിഷേധങ്ങളും വലിയ പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ രാജ്യത്ത് ഇതിനെതിരെ. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ, പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ നിയമം പിൻവലിക്കപ്പെടും എന്ന് നിങ്ങൾ ഭയക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ രക്ഷാകവചം ഇല്ലാതെയായി പോവില്ലേ? അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യുന്നായിരുന്നു അദ്ദേഹം. സോനാദാസ് എന്ന് പറയുന്ന ബംഗ്ലാദേശിൽ ജനിച്ച് ജീവിച്ച, ബംഗ്ലാദേശിൽ ഒരുപാട് ഹിന്ദുവായി പോയതിന്റെ പേരിൽ പീഡനങ്ങൾ ഏറ്റിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത് നമ്മുടെ തുളസീദാസിന്റെ രാംചരിത് മാനസിലെ 2 വരി ദോഹയാണ്. രഘുവരി റീത്ത് സദാചൽ ആയി പ്രാണ് ജായി പർ വചന ജായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇത് എന്താണ്, രാംചരിത് മാനസിലെ ഒരു ഭാഗമാണ്. അതായത് രാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് രാമന്റെ സഹായത്തിന് വേണ്ടി വിഭീഷണൻ വരുന്നുണ്ട്. വിഭീഷണന് യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ലങ്ക ഞങ്ങൾ ഏറ്റെടുക്കില്ല, ലങ്ക വിഭീഷണന് തന്നെ രാജാവായി ഭരിക്കാനുള്ള അവസരം തരാം എന്ന് രാമൻ പറയുന്നുണ്ട്. യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ലങ്കയുടെ സമ്പൽ സമൃദ്ധിയൊക്കെ കാണുമ്പോൾ ലക്ഷ്മണൻ രാമനോട് ചോദിക്കുന്നത്, നമ്മൾ എന്തിനാണ് അയോധ്യയിലേക്ക് മടങ്ങി പോകുന്നത്? അയോധ്യനേക്കാൾ എന്തുകൊണ്ടും സമ്പൽ സമൃദ്ധമാണ്, സുന്ദരമാണ് ലങ്ക. നമുക്ക് ലങ്കയിൽ തന്നെ ഇനി അങ്ങോട്ട് ജീവിച്ചാൽ പോരെ? അവിടെ അയോധ്യയൊക്കെ ഭരതനും ശത്രുഘ്നനും കൂടി ഭരിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. അതിന് രാമൻ പറയുന്ന 2 മറുപടികൾ, 2 പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ദേശീയതയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. അപി സ്വർണമയീ ലങ്ക നമേ ലക്ഷ്മണ രോചത്തെ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാതപി ഗരീയസി എന്ന് രാമൻ പറയുന്നുണ്ട്. അതായത് ലങ്ക സാക്ഷാൽ സ്വർണം തന്നെ ആയിക്കോട്ടെ, അതിനെപ്പറ്റി ഞാൻ ആശങ്കപ്പെടുന്നില്ല. ജനിച്ച മണ്ണും പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമാണ്, നമ്മൾ അയോധ്യയിലേക്കാണ് മടങ്ങി പോകേണ്ടതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം രാമൻ രഘുകുലത്തിന്റെ ഒരു രീതിയെ പറ്റി പറയുന്നുണ്ട്. രഘുവംശത്തിന്റെ രീതികൾ എല്ലാ കാലത്തും തുടർന്നു വന്നിട്ടുള്ളതാണ്. പ്രാണ് ജായി പർ വചന ജായി, ജീവൻ പോയാലും നമ്മൾ കൊടുത്ത വാക്ക് തെറ്റിക്കാറില്ല. ഇത് ഞാൻ വിഭീഷണന് കൊടുത്തിട്ടുള്ള വാക്കാണ്, ആ വാക്ക് പാലിക്കുക എന്നുള്ളത് രഘുവംശത്തിന്റെ പരമമായിട്ടുള്ള ധർമ്മമാണ് എന്ന് പറയുന്നുണ്ട്. ആ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥിയായിട്ടുള്ള ഹിന്ദുവായിട്ടുള്ള സോനാദാസ് നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞത്. എന്ത് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിക്കോട്ടെ, എത്ര വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കോട്ടെ, സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ച് തങ്ങളുടെ ഹോംലാൻഡ് ആയിട്ടുള്ള, തങ്ങളുടെ മാതൃഭൂമിയായിട്ടുള്ള ഭാരതത്തിലേക്ക് ഓടി വന്നിട്ടുള്ള മനുഷ്യരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഈ സർക്കാർ, ഈ ഭാരതത്തിന്റെ സർക്കാർ തന്നിട്ടുള്ള ഒരു വാഗ്ദാനമാണ്, പ്രതിജ്ഞയാണ്. എത്ര വലിയ പ്രക്ഷോഭത്തിന് മുന്നിലും ഈ സർക്കാർ മുട്ടുമടക്കില്ല. ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഈ രക്ഷ, അതിൽ അവർ ഉറച്ചു നിൽക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് സോനാദാസിനെ പോലെ ആയിരക്കണക്കിന് അഭയാർത്ഥികളുടെ വിശ്വാസമാണ്, പ്രതീക്ഷയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഏറ്റവും സന്തോഷകരമായ, എന്നെ പോലെയുള്ളവർക്ക് വളരെ വിശ്വാസം തോന്നുന്ന, പ്രതീക്ഷ തോന്നുന്ന ഒരു ദിവസമാണ് ഇന്ന്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ശങ്കു, നമുക്കറിയാം ഏത് നിമിഷവും അത് വന്നേക്കാം. അതിന് മുൻപായി തന്നെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറങ്ങി. ഇതിൻ്റെ വെബ്സൈറ്റൊക്കെ ഉടൻ തന്നെ അതങ്ങനെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഒരുപക്ഷെ യാത്രാരേഖകൾ പോലും ഇല്ലാതെ ഓടി വന്നവർക്ക് രേഖകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല, വന്ന വർഷം മാത്രം അറിയിച്ചാൽ മതി. അങ്ങനെയൊക്കെയാണ് നടപടിക്രമങ്ങൾ എന്നുള്ള സൂചനകളാണ് കിട്ടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ശങ്കുവിനായാലും തോന്നുന്ന സൂചനകൾ അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിൽ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത് ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുകയാണ്, ഒരു ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം പല സംസ്ഥാനങ്ങളും, പ്രതിപക്ഷ പാർട്ടികൾ ഭരണത്തിലിരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഈ CAA നിയമവുമായിട്ട് ഞങ്ങൾ സഹകരിക്കില്ല, അതിന്റെ ആനുകൂല്യം അഭയാർത്ഥികളായിട്ടുള്ള മനുഷ്യർക്ക് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ആ നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്, ബംഗാൾ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. അങ്ങനെ നിരവധി കോൺഗ്രസിന്റെ ഭരണത്തിലുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഭരണത്തിലുള്ള പല സംസ്ഥാനങ്ങളും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സർക്കാരുകൾ ഇടങ്കോലിട്ടിട്ട് ഈ നിയമത്തിന്റെ നടപ്പിൽ
നടപ്പിലാക്കൽ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാനങ്ങൾക്ക് ഇതിനു മേളിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടത്താൻ സാധിക്കാത്ത വണ്ണം വളരെ സെൻട്രലൈസ്ഡ് ആയിട്ട് ദേശീയ തലത്തിൽ തന്നെ ഒരു ഓൺലൈൻ രീതിയിലേക്ക് ആളുകൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാനും അത് പരിശോധിക്കാനും അങ്ങനെ യോഗ്യരായിട്ടുള്ള, അതായത് 2014 മാർച്ച് 31 മുൻപായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കാണ് ഈ നിയമത്തിന്റെ ആനുകൂല്യം കിട്ടുക. അങ്ങനെയുള്ള ആളുകളുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ചട്ടങ്ങളുടെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ ജില്ലാ ഭരണകൂടങ്ങളല്ല, ഒരു പക്ഷേ കേന്ദ്രം നിയോഗിക്കുന്ന ഒരു സമിതിയായിരിക്കും രേഖകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുക എന്നുള്ളതാണോ? കാരണം ഇതുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള സൂചനകളൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതിന്റെ കൃത്യത ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ജില്ലാ ഭരണകൂടങ്ങളാണെങ്കിൽ പോലും ജില്ലാ ഭരണകൂടങ്ങൾ യഥാർത്ഥത്തിൽ സെന്ററിന് കീഴിലുള്ള സംവിധാനങ്ങളാണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റുകളാണ്. ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്നത് സെൻട്രൽ പൂളിൽ നിന്ന് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായിട്ടുള്ള, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഭാഗമായിട്ടുള്ള സെൻട്രൽ ഹോം മിനിസ്ട്രി ആൻഡ് മിനിസ്ട്രി ഓഫ് പേഴ്സണലിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇവരൊക്കെ. അതുകൊണ്ട് ജില്ലാ ഭരണകൂടങ്ങൾക്കാണ് അതിന്റെ അധികാരമെങ്കിൽ പോലും അത് സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് അതിൽ ഇടപെടാൻ സാധിക്കുകയില്ല. ഈ നിയമത്തിന്റെ ചട്ടങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ അതിൽ എങ്ങനെയാണ് അതിന്റെ വ്യവസ്ഥകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ നിയമത്തിന്റെ ചട്ടങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പൊ വാർത്ത കണ്ടതേ ഉള്ളൂ. അതെ 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 അതിന് കൃത്യതകൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ശരി, വളരെയധികം നന്ദി വിഷയത്തിൽ പ്രതികരിച്ചതിന്.